ക്വാളിഫിക്കേഷൻ കുറച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഷിപ്പ്യാർഡ് ബോട്ടേഴ്സിന് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് റീടെൻഡറിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനം എടുക്കാം അല്ലേ? അങ്ങനെയല്ലേ എല്ലാവരും യോജിക്കുന്നത് അല്ലേ സാർ? അതെ സാർ, അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഈ വെണ്ടർ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കാം. അത് എന്ത് വേണം എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞാല്. ഓക്കെ സാർ, അത് പറഞ്ഞോളൂ. സാർ, ഇതിനകത്ത് ഞാൻ നോക്കിയതിനകത്ത് കാണുന്നത് ഇപ്പൊ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കുറയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ 10 ബോൾസ് ആണ് വെച്ചിരിക്കുന്നത്, നമുക്കത് 5 ബോൾസ് ആയിട്ട് കുറയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് ബാക്കി വേറെ എഫിഷ്യൻസി കാണുന്നില്ല. അതെ സാർ, അങ്ങനെ ചെയ്യാം. 5 ബോട്ടെങ്കിലും ഇരുന്നോട്ടെ, കാരണം കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് വേണമല്ലോ. അപ്പൊ 5 വർഷം 5 ഇയേഴ്സ് 5 ബോൾസ് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ആക്കി എങ്കിലും നമുക്ക് ആളെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും ടെൻഡർ ചെയ്തിട്ട് നമ്മളത്. അതെ അതെ സാർ, അപ്പോൾ ഇന്നത്തെ കമ്മിറ്റിയുടെ ഇന്നത്തെ ഓൺലൈൻ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ ക്വാളിഫിക്കേഷന് മിനിമം 5 ബോട്ട് എന്നുള്ളത് ഒരു ഇത് ഉൾപ്പെടുത്തി നമുക്ക് റീടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം. അതെ അതെ അതെ. നമുക്ക് വേറെ കുറച്ച് പബ്ലിസിറ്റി വല്ലതും കൊടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് ടെൻഡർ ചെയ്യുന്ന അവസരത്തിലല്ലേ സെക്രട്ടറി കുറെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മളിപ്പോ സാധാരണ കൊടുക്കുന്ന പത്രത്തിലായിരിക്കും അല്ലേ? പത്രത്തിലാണ്. അത് മേജർ പത്രത്തിൽ പലപ്പോഴും വരാറുണ്ടോ? മാതൃഭൂമിയിലാണ് വരുന്നത് അല്ലേ? ചിലപ്പോ അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങളും അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂടെ ഇതിന്റെ ടെൻഡർ ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തപ്പോ ഒരു ഫേം ഉണ്ടായിരുന്നു, അവരിപ്പോ കോട്ട് ചെയ്തിട്ടില്ല. പണ്ടൊരു ഇനീഷ്യലി ഡിസ്കഷൻസിലെ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഒരു ഇനീഷ്യൽ കോട്ടൊക്കെ എടുത്തൊരു ഫേം അവര് ചെയ്തിട്ടില്ല. അവര് ചിലപ്പോ. ഓക്കെ. അല്ല, സതീഷ് സാറിനും കിരൺ സാറിനും ഒക്കെ ഇതിനായിട്ട് കുറെ ആളുകളെ കൂടെ അറിയാമായിരിക്കും. അവരിലൂടെ ഈ ഒരു കാര്യം എത്തിക്കാമെങ്കിൽ അവരോട് ഈ ടെൻഡറിൽ പങ്കെടുക്കാനുള്ള ഒരു ശ്രമം. ഈ ടെൻഡർ വന്നപ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് ശ്രമം നടത്തിയിരുന്നു. നെക്സ്റ്റ് ടെൻഡർ വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് റീടെൻഡർ ഇപ്പൊ അവര് പറയും ചിലപ്പോൾ ഇതിനകത്ത് ഒരു പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നോക്കുന്നത് ഇലക്ഷന്റെ നമുക്കറിയാം ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു. അത് മുന്നോടിയായിട്ട് ഇവർക്ക് പറ്റുമെന്നുള്ളതാണ്. പക്ഷെ എന്തായാലും നമുക്ക് അതെല്ലാം കൂടി പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതി നമുക്ക് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ നടപടിക്രമങ്ങൾ ആ രീതിയിൽ തന്നെ നമുക്ക് പാലിച്ചല്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ കുമ്പള സെക്രട്ടറി കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അങ്ങനെയാണ് ഈ പറഞ്ഞ പ്രകാരം അല്ലെ റീടെൻഡറിലേക്ക് പോകാം. അപ്പൊ നമ്മളെ ആ 10 ബോട്ട് എന്നുള്ള 5 ആക്കി ചെറിയ അതിനകത്തൊരു അളവുകളോട് ഇട്ടുകൊണ്ട് പിന്നെ പരമാവധി ആളുകളിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് നമ്മുടെ ഈ ടെൻഡർ പരസ്യം എത്താനുള്ള ഒരു ശ്രമം അത് കിരൺ സാറും സതീഷ് ബാബു സാറൊക്കെ അവരുടെ പരിചയത്തിലുള്ള ആളുകളെ കൂടി അറിയിക്കും. അങ്ങനെയാണ് അടുത്തതിൽ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് നിങ്ങൾ അതിന് പ്രകാരം റീടെൻഡർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പൊ കിരൺ സാറിനോടും സതീഷ് ബാബു സാറിനോടും ഒക്കെ വിദഗ്ധ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടോ എങ്കിൽ അവരുടെയും കൂടെ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. പിന്നെ സർ, നമുക്ക് മിനിമം എത്ര ടെൻഡർ വേണം? അങ്ങനെ ഉണ്ടോ ഒരു വർക്ക് ഓർഡർ കൊടുക്കണമെങ്കിൽ? 2 സെക്രട്ടറി 2 അല്ലേ നമുക്ക് മിനിമം വേണ്ടതല്ലേ? സിംഗിൾ ടെൻഡർ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. പിന്നീട് നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകണമല്ലോ. അപ്പൊ നമ്മൾ 2 ടെൻഡർ കഴിഞ്ഞല്ലേ പിന്നെ നമ്മൾ അല്ലാതെ സിംഗിൾ ടെൻഡറിലേക്ക് പോകുന്ന എപ്പോഴാ? 2 വട്ടം ചെയ്തപ്പോഴാണ്. അത് പ്രത്യേക അനുമതി വേണമെന്ന് തോന്നുന്നല്ലേ? ആരും കിട്ടിയില്ലെങ്കിൽ അടുത്തതിലേക്കാണ് നമ്മൾ സാധാരണ അങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കുന്നത്. അതെ, പിന്നീട് പലപ്പോൾ പ്രത്യേക അനുമതിയിലൂടെ ഒക്കെ ഒരുപക്ഷെ നമുക്ക് സിംഗിൾ ടെൻഡർ അംഗീകരിക്കാം. സാധാരണ നമ്മൾ PWD ഒക്കെ പൊതുവെ കാണുന്നത് അവർ പിന്നെ ഗവൺമെന്റ് സാങ്ഷനോട് കൂടി മാത്രമേ സിംഗിൾ ടെൻഡർ ഒക്കെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കേസിലേക്ക് പോകേണ്ടി വരും. അതെ, വലിയ വർക്കാണ്. അതെ 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 അതെ. നമുക്ക് എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ടെൻഡറിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. കിരൺ സാർ, സതീഷ് സാർ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സാർ ഒരു കാര്യം കൂടെ. ഇന്ന് രാവിലെയാണ് കുമ്പളം പഞ്ചായത്തിൽ നിന്ന് ഈ പറഞ്ഞ അരുദ്രയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ അഡീഷണൽ ഡോക്യുമെന്റ്സ് അവർ തന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു.
പക്ഷെ എനിക്ക് നോക്കാൻ സമയം കിട്ടില്ല. ആക്ച്വലി ഞാൻ അങ്ങനെയൊക്കെയൊരു ഗവൺമെന്റ് പ്രോഗ്രാമായിട്ട് പോവുമായിരുന്നു. അപ്പൊ അതിനകത്ത് അവർ തന്ന എക്സ്പീരിയൻസിന് എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സാർ അത് ഈ അരുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ കിട്ടിയിട്ടാണ് അപ്പോഴേ തന്നെ ഫോർവേഡ് ചെയ്തത്. സാർ കൊച്ചിൻ ഷിപ്പ്യാർഡ് സാർ. അതായത് അരുദ്രയുടെ കാര്യത്തിൽ ഒരു കാര്യമേ നമുക്ക് ഞാൻ ഒബ്ജക്ഷൻ പറഞ്ഞെന്നുള്ളൂ. അതായത് അവർ ടോട്ടൽ ഇന്നലെ വരെ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കിയത് പ്രകാരം നമ്മുടെ ടെൻഡർ കണ്ടീഷൻ പ്രകാരം 10 ബോട്ട് ലാസ്റ്റ് 5 ഇയർ ചെയ്തിരിക്കുന്നതാണെന്ന്. പക്ഷെ അവർ തന്ന എക്സ്പീരിയൻസ് പ്രകാരം 5 ബോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അഡീഷണൽ വല്ല ഇന്നത്തെ ഡോക്യുമെന്റ്സിന് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അത് ഉണ്ടോന്ന് അറിയാം സെക്രട്ടറി, അതറിയാം. അതിനകത്ത് ഈ 10 എന്നുള്ളത് വല്ലതും ഉണ്ടോ അഡീഷണൽ ആയിട്ട് തന്നതിനകത്ത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ? സർ കൊച്ചിൻ ഷിപ്പ്യാർഡ് സാർ ഒരു പോയിന്റ്, ഇത് അരുദ്രയുടെ കേസിൽ അവര് തന്ന ബോട്ട് അതിന്റെ ഡയമെൻഷൻസ്, ലെങ്ത്, ബ്രെഡ്ത്ത് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ 10 ബോട്ട് തരുന്നില്ല. ഇന്ന് തന്ന രേഖകൾ വെച്ചിട്ട് നോക്കുമ്പോൾ പോലും 10 ബോട്ടുകൾ തരുന്നില്ല എന്നാണ് കാണുന്നത്. ഓക്കെ സാർ, അതിന്റെ വേറൊരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ടെൻഡർ ഡോക്യുമെന്റ് അനുസരിച്ച് നമുക്കൊരു ലെറ്റർ ഓഫ് റെഫറൻസ് ഓൺ ദ പെർഫോമൻസ്, അതായത് അവർ മുൻപ് കൊടുത്തിട്ടുള്ള 20 സീറ്റർ പാസഞ്ചർ ബോട്ടിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ഒരു ലെറ്റർ ഹാജരാക്കണം എന്നൊരു ആവശ്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും ആരും തന്നെ അത് തന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോ അടുത്ത ടെൻഡറിങ് പ്രോസസ്സിൽ ആ ഒരു ക്ലോസ് വെക്കുന്നതിനെ പറ്റിയിട്ട്, കാരണം അത് ആരും ഇപ്രാവശ്യം തന്നെ ആരും തരാത്ത സ്ഥിതിക്ക് അടുത്ത ടെൻഡറിംഗിൽ ആ ക്ലോസ് വേണമോ അതോ അത് നീക്കം ചെയ്യണോ എന്ന് കൂടെ തീരുമാനിക്കാം. സാർ, അപ്പോഴാ റീടെൻഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മോഡിഫൈഡ് കണ്ടീഷൻസ് എന്ന് ഒന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള റീടെൻഡർ കൊടുക്കാം. അതെ, സതീഷ് സാർ, കിരൺ സാർ ഒന്ന് പ്രതികരിക്കണേ. സാർ, ഇപ്പൊ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് പറഞ്ഞ പ്രകാരം നമ്മൾ ഈ അവർ പറഞ്ഞ ക്ലോസ് ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് വേണം സാർ, കാരണം ഓണറിന്റെ ഭാഗത്ത് നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് റിപ്പോർട്ട് അത് വേണം. അത് വേണ്ടാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ ഇപ്പൊ ഒരു കാര്യം മാത്രം മതി, നമ്മളിപ്പോ 10 ബോട്ട്സ് എന്നുള്ളത് 5 ബോട്ട്സിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ബെറ്റർ. ആ ഒരു കണ്ടീഷൻ മാത്രം നമുക്ക് നിലവിലുള്ള. ഹലോ സാർ, മ്യൂട്ടായി പോയി. കിരൺ സാർ, ഹലോ കിരൺ സാർ പറഞ്ഞോളൂ. സാർ മ്യൂട്ടായി പോയി, ഒന്ന് പറയാമോ? സാർ, അത് ഞാൻ പറഞ്ഞത് ഓക്കെ സാർ, നിലവിലുള്ള കണ്ടീഷനിൽ ഇപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒബ്ജക്ഷൻ പറഞ്ഞത് അത് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ട. കാരണം എന്തായാലും ഒരു അക്സെപ്റ്റ് ചെയ്ത ഒരു കസ്റ്റമറുടെ ഒരു ആക്സെപ്റ്റൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് അത് ബെറ്റർ ആണ്, അത് നമുക്ക് വേണം. അപ്പൊ നമ്മളിപ്പം നിലവിലിപ്പോ 10 ബോട്ട്സ് ലാസ്റ്റ് 5 ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് റെഡ്യൂസ് ചെയ്തത് 5. കിരൺ സാർ മ്യൂട്ടായി പോകുന്നുണ്ട്. അവര് പ്രിപ്പയർ ചെയ്ത് സാറേ, ഞാൻ സാർ ഇടയ്ക്ക് മ്യൂട്ടായി പോകുന്നുണ്ട്. പറഞ്ഞോളൂ സാർ, ഇപ്പൊ കേൾക്കാം. ഓക്കെ സാർ, ഒരൊറ്റ കണ്ടീഷനിൽ റെഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പഴയ കണ്ടീഷൻസ് എല്ലാം തന്നെ ഓക്കെ. അപ്പം ഇതിനകത്ത് ഇപ്പം 10 ബോട്ട്സ് ആണ് നമ്മൾ ലാസ്റ്റ് 5 ഇയർ പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് 5 ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സാർ. അങ്ങനെ ആ 5 എന്ന് വെച്ചാൽ ടെക്നിക്കൽ എക്സ്പെർട്സിന്റെ കയ്യിൽ നിന്ന് ഒരു മോഡിഫൈഡ് കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയ ഒരു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് കൊടുക്കാം. അത് നമുക്കൊന്ന് തന്നല്ലോ മോഡിഫൈഡ് ചെയ്ത്. അത് നമ്മുടെ ഈ മീറ്റിംഗിന്റെ തീരുമാനമായിട്ട് അങ്ങ് എടുത്താലും പോരെ? മതി. ഓക്കെ. സതീഷ് സാർ ഓക്കെ അല്ലേ? ഓക്കെ സാർ, നമുക്ക് ലെറ്റസ് പ്രൊസീഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നുള്ള ആള് സാർ, അതും അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ കുമ്പളം സെക്രട്ടറി നമ്മൾ ഇത് പ്രകാരം മുന്നോട്ട് പോകാമല്ലോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ എക്സ്പെർട്ടുകളോട് ചോദിച്ചിട്ട് നമ്മുടെ ടെൻഡറിന്റെ കണ്ടീഷനകത്ത് ആ കാര്യങ്ങളോടൊന്ന് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആക്കിയിട്ട് ഇവർക്കൊന്ന് വാട്സപ്പ് വല്ലതും ചെയ്ത് കൊടുത്ത് ഇങ്ങനെയാണോ എന്നുള്ളതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം ടെൻഡർ ചെയ്യുക. ഓക്കെ, 5 വർഷത്തിനുള്ളിൽ 5 ബോട്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. ഇല്ല സാർ, ഇല്ല. അപ്പൊ ഓക്കെ, അപ്പൊ സെക്രട്ടറി, കുമ്പള സെക്രട്ടറി ഓക്കെ. അപ്പൊ നമുക്ക് ഇത് പ്രകാരം മുന്നോട്ട് പോകാം. അപ്പം യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്ലാനിംഗ് ഓഫീസിന്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ഇത് ആദ്യം റെക്കോർഡ് ചെയ്യണ്ടേ ഈ സിസ്റ്റം